ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഫസീസ് ക്രിയേഷൻസ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മോളുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ കുറച്ച് ഫോട്ടോസ് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മോളുടെ സെക്കൻഡ് ബർത്ത്ഡേ ആയിരുന്നു കഴിഞ്ഞ ജൂലൈ 7th. അത് ഞങ്ങൾ ചെറിയ രീതിയിലൊന്ന് സെലിബ്രേറ്റ് ചെയ്തു കേട്ടോ. പിന്നെ അന്ന് കാര്യമായിട്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ചെറിയ മക്കളുടെ ഫോട്ടോസും വീഡിയോസൊക്കെ നമ്മൾ എടുക്കുന്ന സമയത്ത് ഒരു 10 ഫോട്ടോസ് എടുക്കുകയാണെങ്കിൽ അതിൽ ഒരെണ്ണെങ്കിലും നന്നായി കിട്ടിയെങ്കിൽ കിട്ടി, അത്രേ ഉള്ളൂ കേട്ടോ. അങ്ങനെ കിട്ടിയ കുറച്ച് ഫോട്ടോസ് ഞാനിവിടെ ഷെയർ ചെയ്യുകയാണ്. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ അവർ പോസ് ചെയ്ത് തരണമെന്നൊന്നുമില്ല. അപ്പോൾ കഴിഞ്ഞ ബർത്ത്ഡേൻ്റെ ടൈമിൽ ഞാൻ വിചാരിച്ചിരുന്നു അടുത്ത ബർത്ത്ഡേക്ക് നല്ല രീതിയിൽ വീഡിയോസ് എടുക്കണം, ഫോട്ടോസ് എടുക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ വിചാരിച്ച രീതിയിലൊന്നും ഫോട്ടോസ് എടുക്കാനോ വീഡിയോസ് എടുക്കാനോ ഒന്നും എനിക്ക് പറ്റിയിട്ടില്ലായിരുന്നു കേട്ടോ. അങ്ങനെ വലിയ രീതിയിലൊന്നും സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല. ഇക്കാൻ്റെ ഫാമിലി എൻ്റെ ഫാമിലി മാത്രം കൂടിയിട്ടൊരു ചെറിയ പാർട്ടിയായിരുന്നു. എന്നാലും അത് നമുക്ക് എന്നും ഓർത്ത് വെക്കാനുള്ള നല്ല ഓർമ്മകളായിരിക്കൂലേ. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ വീഡിയോ എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യവും അത് പാളിപ്പോയി. പിന്നെ ഇപ്രാവശ്യം ബർത്ത്ഡേക്ക് എൻ്റെ 3 ബ്രദേഴ്സ് നാട്ടിലില്ലായിരുന്നു. പക്ഷേ അവരുടെയൊക്കെ ഗിഫ്റ്റുകൾ അവരെത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ട് ഞാൻ വേറെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം മോൾക്ക് ബർത്ത്ഡേക്കുള്ള ഫ്രോക്ക് ഞാൻ സ്റ്റിച്ച് ചെയ്തതായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് പലരും ഇപ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ഫ്രോക്കും സ്റ്റിച്ച് ചെയ്തതാണോ എന്നുള്ളത്, നമ്മുടെ ഫോട്ടോസും സ്റ്റാറ്റസൊക്കെ കണ്ടിട്ട്. പിന്നെ ബർത്ത്ഡേക്ക് നല്ലൊരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു പ്രായത്തിലുള്ള മക്കളെയും വെച്ച് വീട്ടുജോലിയും എല്ലാം തീർത്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള ടൈമും കൂടി കിട്ടൂല കേട്ടോ. എന്നാലും ഉള്ള സമയം വെച്ചിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നോക്കാറുണ്ട്. പക്ഷേ ബർത്ത്ഡേക്കുള്ള ഫ്രോക്ക് റെഡിയാക്കാനായിട്ട് പറ്റിയില്ല. പിന്നെ ഇപ്രാവശ്യം നമ്മൾ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈവനിങ് ടൈമിലായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ബർത്ത്ഡേൻ്റെ വിശേഷങ്ങൾ. പിന്നെ ഇപ്രാവശ്യം മോളുടെ ബർത്ത്ഡേക്ക് എൻ്റെ മനസ്സിൽ വേറൊരു പ്ലാനും കൂടെ ഉണ്ടായിരുന്നു. അവളുടെ ബർത്ത്ഡേൻ്റെ ആ ഒരു ദിവസം ആകുമ്പോഴത്തേക്ക് നമ്മുടെ ചാനലിൽ 50,000 സബ്സ്ക്രൈബേഴ്സ് കവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് സെലിബ്രേറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ അത് നടന്നില്ല കേട്ടോ. ഇനി എന്നാണ് 50,000-ത്തിലേക്ക് എത്തുക എന്നുള്ളത് അറിയില്ല. അതിൻ്റെ അടുത്തെത്താനായിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ബർത്ത്ഡേൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടി സപ്പോർട്ട് ചെയ്യുക. പിന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. അപ്പോൾ ഇനിയും ക്രാഫ്റ്റും സ്റ്റിച്ചിങ്ങും പിന്നെ ഇതുപോലെ നമ്മുടെ ചെറിയ ചെറിയ സെലിബ്രേഷൻസ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ അതുവരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.